അവന് ദൈവം കൃപാദാനമായി നൽകിയ ദാവീദിൻ്റെ ഉടമ്പടിയും നിത്യ രാജ്യത്വത്തെയും അവന് ലഭിച്ചു. പ്രവാചക വാഴ്ത്തത്വവും അത്യന്തമായി ദാവീദിൻ്റെ സന്തതിയായി യേശുക്രിസ്തുവിനെയും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിധത്തിൽ ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായ രാജ്യത്വത്തെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രാക്കറ്റിൽ യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചന പുസ്തകം 9:7. ഒരാളിനൊന്ന് വായിക്കാമോ? അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടി സ്ഥാപിച്ച നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. അപ്പൊ ഈ രാജ്യത്വം ഇന്ന് അവസാനിക്കുന്നതല്ല. യേശുക്രിസ്തു രാജാവായി വരുമെന്നുള്ള രേഖ 9-ാമത്തെ അധ്യായത്തിലും 11-ാമത്തെ അധ്യായത്തിലും തെളിയിക്കുന്നു. 2750 വർഷം മുൻപ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകനിൽ ദൈവം കൊടുത്തിരിക്കുന്ന അരുളപ്പാട് ശക്തവും വ്യക്തവുമാണ്. ആ പവർഫുള്ളായ ദൈവത്തിൻ്റെ അരുളപ്പാട് 9, 10, 11 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, നമുക്കൊരു ശിശു ജനിക്കാൻ പോകുന്നു, അവനാരാ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന നിലയിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദാവീദിൻ്റെ വേരിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒന്ന് ഫലം കായ്ക്കും. അതിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് തുടങ്ങി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, സ്വബോധത്തിൻ്റെ ആത്മാവ്, ഏതാണ് ആത്മാവെന്നുള്ള രീതിയിൽ 11-ാമത്തെ അധ്യായം നമ്മൾ ശരിക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി പ്രവാചകൻ വിളിച്ചു പറയുന്നു. സ്തോത്രം. 2-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്,
പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഈ ആത്മാവ് തന്നെ എന്ന് ഉറപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏത് ആത്മാവ് പ്രാപിച്ചിരിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ ആത്മാവാണോ? വിവേകത്തിൻ്റെ ആത്മാവാണോ? പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണോ? സ്വബോധത്തിൻ്റെ ആത്മാവാണോ? ആമേൻ. സ്വബോധത്തിൻ്റെ ആത്മാവുള്ളവൻ വിശുദ്ധ സഭായോഗം മുടക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ആ മലയിലും ഈ മലയിലുമല്ല ആരാധന. ദൈവം നമ്മെ നിർത്തിയിടത്ത് വിശുദ്ധമായിരിക്കണം. വിശുദ്ധ ആരാധനയിൽ നമ്മളെ ദൈവം നട്ടിരിക്കുന്ന സഭയ്ക്കകത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. സ്തോത്രം. ആമേ. പിന്നത്തേതിൽ നിങ്ങളെ ദൈവം പുറത്തെടുക്കും, അഭിഷക്തന്മാരായി അഭിഷക്തമാരായി സഭകൾ തോറും. അപ്പോൾ തന്നെ നമ്മൾ നിൽക്കാൻ, ചവിട്ടി നിൽക്കാൻ, നമുക്കൊരു പ്രാർത്ഥിക്കാൻ, നമ്മുടെ യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അഭിഷക്തനും സഭയും അത്യാവശ്യമാണ്. സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് ബൈബിൾ പറയുന്നത് പോലെ വേരൂന്നി ശിഖരങ്ങൾ വീശി ഫലങ്ങൾ കായ്ക്കുന്നത് പോലെ, ആമേൻ, ദൈവം നമ്മെ അതിനു വേണ്ടി ഒരുക്കും. കേട്ടോ, സ്തോത്രം. 2 മത്തായി സുവിശേഷം, മത്തായി സുവിശേഷം 21 അധ്യായത്തിന്റെ 9 വാക്യം. 21:9. ഇരുപത്തിരണ്ടിന്റെ 45. ലൂക്ക 1:32 മുതൽ 33 വരെ. ഇത്രയുമാണ് പുതിയ നിയമ നിറവിൽ എന്നുള്ള ആ സബ്ജക്റ്റിൻ്റെ ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. മത്തായി 21:9, 22:45, ലൂക്ക 1:32 മുതൽ 33 വരെയുള്ള വാക്യവും നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. വിഷയ വിഭജനം. ഈ സ്ഥലങ്ങൾ നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ ആ സ്ഥലങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ള സ്ഥലങ്ങളും, വേറെ വ്യത്യാസമൊന്നുമില്ല. രാമ എന്ന സ്ഥലം മാത്രം ഇതിനകത്തില്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. രാമ എന്ന സ്ഥലം മാത്രം ഇതിനകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്ഥലങ്ങളെല്ലാം സെയിം തന്നെയാണ്. വചനങ്ങളും സെയിം. കാരണം 2 ശമൂവേൽ 1 ശമൂവേലിൻ്റെ പുസ്തകവും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. സ്തോത്രം. വിഷയവിഭജനം. 1, രാജാവെന്ന നിലയിൽ ദാവീദിൻ്റെ വിജയം. ദാവീദിൻ്റെ വിജയം 1 അധ്യായം അതിൻ്റെ 1 വാക്യം മുതൽ 19 വാക്യം വരെ. 1 അധ്യായം 1 വാക്യം മുതൽ 19 വാക്യം വരെ. ദാവീദിൻ്റെ ഭരണവുമായ വിജയം. ദാവീദിൻ്റെ ഭരണത്തിനുണ്ടായ വിജയമാണ്. 1 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 5 അധ്യായം അതിൻ്റെ 25 വാക്യവും. വാക്യം പറയുന്നു. 25 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ വായിക്കാം. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫിലിസ്ത്യരെ അവരെ തോൽപ്പിക്കാൻ ദാവീദിന് ദൈവം ഒരു അധികാരം കൊടുത്തു. 25 വാക്യം. 1, ദാവീദ് ശൗലിനെയും യോനാഥാനെയും മരണത്തിൽ ദാവീദ് ശൗലിൻ്റെയും യോനാഥാൻ്റെയും മരണത്തിൽ വിലപിക്കുന്നു.
ഒന്നാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ. ഒന്നാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ. അതിനകത്ത് 24, 25, 26, 27 വാക്യങ്ങൾ വളരെ ശക്തമായ വാക്യങ്ങളാണ്. ആമേൻ. അവിടെ വീരന്മാരെങ്ങനെയാണ് പട്ടുപോകുന്നത് എന്നുള്ള ഒരു പാട്ട് രൂപത്തിലാണ് ആ 4 വാക്യം എഴുതി. നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയാൽ മതി. ആമേൻ. വളരെ ശക്തമായിട്ട്, കാരണം വീരന്മാരെങ്ങനെയാണ് വേഗത്തിൽ പട്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം അവിടെ വളരെ വ്യക്തമായിട്ട് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. 2, ദാവീദ് യഹൂദയിൽ രാജാവായിരുന്നു. ദാവീദ് യഹൂദയിൽ രാജാവായിരുന്ന വർഷങ്ങൾ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ, 8 വരെയുള്ള വാക്യങ്ങൾ. 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 3, ദാവീദ് സകല ഇസ്രായേലിന്റെയും രാജാവായി സിംഹാസനത്തിലിരുന്നു. 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 4, ദാവീദ് യെരൂശലേം കൈവശമാക്കി. അതിനെ ഭരണതലത്തെ സ്ഥാപിതമാക്കി. ഉറപ്പിച്ചു. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. 5, ദാവീദിന്റെ രാജത്വവുമായി അഞ്ചാം അധ്യായം അതിന്റെ 11 മുതൽ 25 വരെ. 5-ാം അധ്യായം അതിന്റെ 11 മുതൽ 25 വരെ. ബി, ദാവീദിന്റെ ആത്മീക വിജയം. ദാവീദിന്റെ ആത്മീക വിജയം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയും 7-ാം അധ്യായം 29-ാമത്തെ വാക്യവും. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയും 7-ാം അധ്യായം 29-ാമത്തെ വാക്യം വരെയും. ദാവീദിന് എന്താണ് ആത്മീയ വിജയം എന്നറിയാമോ? ഓരോ തലത്തിലും കട്ടായിപ്പോയി. സ്തോത്രം. അപ്പോൾ എന്താണെന്നറിയാമോ ഈ ആത്മീയ വിജയം എന്ന് പറയുമ്പോൾ? അപ്പോൾ ദാവീദിനെ ആത്മീയമായിട്ട് മാത്രമല്ല ദൈവം വളർത്തിയത്, വളരെ ശക്തമായിട്ട് ഭൗതികമായും
ഒത്തിരി കാര്യങ്ങൾ പിടിച്ചടക്കാനുമായിട്ടുള്ള അധികാരങ്ങൾ ദാവീദിന് ദൈവം നൽകി. സ്തോത്രം. അതിലൊക്കെ ദാവീദ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-ാമത്തെ അധ്യായം വരെ ദാവീദ് എല്ലാ തലത്തിലും വിശ്വസ്തനായിരുന്നു. സ്തോത്രം. അതിനുശേഷമാണ് ദാവീദിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു കയറിയത്. സ്തോത്രം. എപ്പോഴും ഒരു ദൈവ പൈതൽ ചിന്തിക്കേണ്ട ഒരു ഭാഗം, ദൈവം നമുക്ക് തരുന്ന സമയം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാണ്. ആമേൻ. നമ്മുടെ മുമ്പിൽ സമയം കുറവാണ് ഇനി. ആമേൻ. നമുക്ക് ആത്മീയമായി എന്ത് ചെയ്യണം? ഒരു വലിയ വിജയം നേടണം. സ്തോത്രം. ആത്മീയമായി മാത്രമാണോ? സാമ്പത്തികമായും, ആമേൻ, രാജ്യത്വമായും എല്ലാ തലത്തിലും ദൈവം നമ്മെ വിജയിപ്പിക്കണം. സ്തോത്രം. ഇപ്പൊ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ പ്രാപിച്ചു, അതിനകത്ത് നമ്മൾ നിൽക്കുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഇന്നുള്ള ഈ ഞെരുക്കങ്ങൾ നാളത്തെ വലിയൊരു ചവിട്ടുപടിയായി മുമ്പിലോട്ട് കയറാൻ കഴിയും. സ്തോത്രം. ആമേൻ. ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ദാവീദിന്റെ ആത്മീക വിജയം. 1, ദാവീദ് യെരൂശലേമിനെ ആത്മീക ആരാധന കേന്ദ്രമാക്കുന്നു. ദാവീദ് യെരൂശലേമിനെ ആത്മീക ആരാധന കേന്ദ്രമാക്കുന്നു. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ. 23-ാമത്തെ വാക്യം വരെ. ദാവീദ് എന്തൊക്കെ ദൈവത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ ദൈവം അതെല്ലാം നിവർത്തിച്ചു കൊടുത്തു കേട്ടോ. എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ. പക്ഷെ ഒരു കാര്യം മാത്രം, അത് ഏത് കാര്യം എന്നറിയാമോ? ഒരു കാര്യം മാത്രം ദാവീദിന് ദൈവം ചെയ്യാൻ അനുവദിച്ചില്ല. ഏത് കാര്യം എന്നറിയാമോ? ലിൻഡ, ദാവീദ് എല്ലാ കാര്യത്തിലും എവിടെയൊക്കെ ദാവീദ് എന്തൊക്കെ ആഗ്രഹിച്ചു അതെല്ലാം ദൈവം സാധിപ്പിച്ചു കൊടുത്തു. പക്ഷെ ദാവീദ് ഒരു കാര്യം ആഗ്രഹിച്ചു, നടന്നില്ല. എന്തെന്നറിയാമോ ലിൻഡ? അറിയില്ല? ജോബി? ദൈവത്തിന് വേണ്ടി ആലയം പണിയുക. യെസ്. 2, ദാവീദ് യഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ ആഗ്രഹിക്കുന്നു. ഏഴാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ. ദാവീദിനോടുള്ള യഹോവയുടെ ഉടമ്പടി. ദാവീദിനോടുള്ള യഹോവയുടെ ഉടമ്പടി. 7-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ. 7-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ. 4, ദാവീദിന്റെ പ്രതികരണം. ദാവീദിന്റെ പ്രതികരണം. 7-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ. ഒരു കാര്യമുണ്ട്, ദാവീദ് പല പ്രാവശ്യം ദൈവം ദാവീദിനോട് സംസാരിച്ചപ്പോ ദാവീദ് പ്രതികരിച്ചില്ല. എന്നാൽ ഈ 7-ാമത്തെ അധ്യായത്തിൽ ദാവീദ് പ്രതികരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്ലാസ്സിൽ പറഞ്ഞൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വണ്ടി ഓട്ടിക്കുന്നവരായി ഇരിക്കുന്ന മിക്കവരും വണ്ടി ഓട്ടിക്കുന്നവരാണ്.
ഇരിക്കുന്ന മിക്കവരും വാഹനം ഓട്ടിക്കുന്നവരായിരിക്കുന്നത്. ഇതിനകത്ത് 1-2 പേര് മാത്രമേ ഉള്ളൂ വാഹനം ഓട്ടിക്കാത്ത, ബാക്കി എല്ലാവരും വാഹനം ഓട്ടിക്കുന്നവരാ. നിങ്ങൾക്ക് അപ്പുറത്ത്, അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പം അതിലേ വരുന്ന വാഹനം കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു നല്ല എസ് വളവാ, യു വളവാ, നമുക്ക് എതിരെ ഉള്ള വാഹനം കാണാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഉണ്ടോ എന്ന്. നമ്മൾ എന്ത് പഠിക്കും? എന്ത് ചെയ്യും? അത് ഇല്ലാത്തതാണ് വിധുസിസ്റ്റ് പറഞ്ഞേ, ഹാൺ അടിക്കുമെന്ന്. അതടിക്കില്ല, ഹാൺ അടിക്കുമെന്ന് സിസ്റ്റർ പറഞ്ഞു. എന്നാൽ എതിരെ വരുന്നത് ജോബിയാ വരുന്നേ. ജോബി എന്ത് ചെയ്യും? എതിരെ വരുന്ന ജോബിയാ. ജോബി വണ്ടിയെ കണ്ടില്ല, ഹാണ് ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ജോബി എന്ത് ചെയ്യും? ഹലോ, അപ്പൊ എന്തായി? പ്രതികരണ ശക്തിയായി അല്ലേ? പ്രതികരിച്ചു. ഒരാൾ വരുന്നു എന്നുള്ളത് അടുത്ത ആള് കേട്ട് പ്രതികരിച്ചു. അപ്പോ ആദ്യം അടിച്ച ആളും രണ്ടാമത് അവിടുന്ന് വണ്ടി ഉണ്ടെന്ന് ഉള്ള കാര്യം എന്ത് ചെയ്തു? ഇവിടെ അറിഞ്ഞു, രണ്ടുപേരും അറിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ 80 വരുന്നെങ്കിൽ പയ്യെ ഒന്ന് സ്ലോ ആക്കി അതൊരു 40-35 അല്ലേ? എന്താ കാര്യം? അവിടുന്ന് വണ്ടിയുണ്ട്. അത് വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ നമുക്ക് അറിയത്തില്ല. അപ്പൊ ദാവീദ് ഇവിടെ ദൈവസന്നിധിയിൽ പ്രതികരിക്കുക. ദാവീദിനോട് ദൈവം പറഞ്ഞു, അതുവരെ മിണ്ടിയില്ല. പക്ഷെ ദാവീദ് പ്രതികരിക്കുകയാണ്. നിങ്ങൾ അധ്യായം വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ഈ പറയണ ഈ സ്ഥിതിവിവര കണക്കുകളും ഇതിന്റെ വിഷയവിഭജനം എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എല്ലാ വാക്യങ്ങളും നിങ്ങൾ വായിക്കണം. 7-ാം അധ്യായം നിങ്ങൾ 1-ാമത്തെ വാക്യം മുതൽ മൊത്തം വാക്യം നിങ്ങൾ വായിച്ചോ. എന്നാൽ 18-ഉം 19-ഉമാണ് ഞാൻ പറഞ്ഞതെങ്കിലും നിങ്ങളെല്ലാം വാക്യം വായിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെതായ അകത്ത് തലങ്ങളിലിരിക്കുന്ന ദൂത് അറിയാൻ പറ്റുന്നത്. ABC ദാവീദിന്റെ സൈനിക വിജയങ്ങൾ. ദാവീദിന്റെ സൈനിക വിജയങ്ങൾ. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെയും 10-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യവും. 8-ാം അധ്യായം 1 മുതൽ 9 വരെയും 10-ാം അധ്യായം 19-ാമത്തെ വാക്യവും. ഒന്ന്, ഫിലിസ്ത്യർ മോവാബ് അമോന്യർ അരാം ഏദോം എന്നീ ജാതികളുടെ മേലുള്ള ദാവീദിന്റെ വിജയം. എന്നീ ജാതികളുടെ മേലുള്ള ദാവീദിന്റെ വിജയം. 8-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ. രണ്ട്, യെരൂശലേമിൽ ദാവീദിന്റെ നീതിയുള്ള ഭരണം. യെരൂശലേമിൽ ദാവീദിന്റെ നീതിയുള്ള ഭരണം. 8-ാം അധ്യായം 13-ാമത്തെ വാക്യവും 19-ാം അധ്യായം 13-ാമത്തെ വാക്യവും. 3, അമോന്യരുടെ മേലുള്ള ദാവീദിന്റെ വിജയം.
10-ാം അധ്യായം 1 മുതൽ 19 വരെ. റോമൻ ലെറ്റർ 2. രാജാവെന്ന നിലയിൽ ദാവീദിന്റെ ലജ്ജാകരമായ അതിക്രമം. അധ്യായം 11 1 മുതൽ തീർത്തുമുള്ള വാക്യങ്ങളും 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും. ദാവീദിന്റെ വ്യഭിചാരം. അധ്യായം 11 1 മുതൽ 5 വരെ. ബി. ദാവീദ് ഊര്യാവിനെ കൊല്ലുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്തു. ദാവീദ് ഊര്യാവിനെ കൊല്ലുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു. 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 27 വരെ. സി. ദാവീദിന്റെ കുറ്റബോധം. നാഥാൻ പ്രവാചകൻ വിധി പ്രസ്താവിക്കുന്നു. അധ്യായം 12 അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. റോമൻ ലെറ്റർ 3. ദാവീദിന്റെ സ്വന്തം പാപത്തിന്റെ ഫലം കൊയ്ത വർഷങ്ങൾ. അധ്യായം 12 അതിൻ്റെ 15 മുതൽ ഉള്ള വാക്യങ്ങളും 20-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യവും. ദാവീദിന്റെ ന്യായവിധി. ദാവീദിന്റെ ന്യായവിധി, ദുർനടപ്പും മരണവും. അതിൻ്റെ ദാവീദിന്റെ ന്യായവിധി എന്നുള്ള ഭാഗത്ത് കുറച്ച് മുകളിലോട്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതേണ്ടത് ഗ്രഹത്തോടുള്ള ന്യായവിധി. ദാവീദിന്റെ ഗ്രഹത്തോടുള്ള ന്യായവിധി, ദുർനടപ്പും മരണവും. അധ്യായം 12 അതിൻ്റെ 15-ാമത്തെ വാക്യവും 15-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യവും. ഒന്ന്,
വ്യഭിചാരത്തിൽ ജനിച്ച പുത്രന്റെ മരണം. വ്യഭിചാരത്തിൽ ജനിച്ച പുത്രന്റെ മരണം. അധ്യായം 12, 15 മുതൽ 25 വരെ. അധ്യായം 12, 15 മുതൽ 25 വരെ. 2. യോവാബിന്റെ ആത്മാർത്ഥത. യോവാബിന്റെ ആത്മാർത്ഥത. 12-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അധ്യായം 12 അതിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മൂന്ന്, ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരം ചെയ്യുന്നു. അധ്യായം 13-ന്റെ 1 മുതൽ 20-ാമത്തെ വാക്യം, 20 വരെയുള്ള വാക്യം. പതിമൂന്നിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യം. 4, പ്രതികാരം ചെയ്ത് അവനെ കൊല്ലുന്നു. പ്രതികാരം ചെയ്ത് അവനെ കൊല്ലുന്നു. 13-ാം അധ്യായം 21 മുതൽ 36 വരെ. 5, അബ്ശലോമിന്റെ പാലായനം. അബ്ശലോമിന്റെ പാലായനം. മടങ്ങിവരവ്. മടങ്ങിവരവ്. വഞ്ചന. 13-ാം അധ്യായം അത് 37-ാമത്തെ വാക്യം. 15-ാം അധ്യായം 6-ാമത്തെ വാക്യം. ബി, ദാവീദിന്റെ രാജ്യത്തിലെ ന്യായവിധി. പൊതുജന പ്രതിഷേധവും കൊലയും. പൊതുജന പ്രതിഷേധവും കൊലയും. അധ്യായം 15-ന്റെ 7, 20-ന്റെ 26. ഒന്ന്, അബ്ശലോമിന്റെ കാലം. ഇരുപത്തഞ്ചിന്റെ 7 മുതൽ 12 വരെ. 25-ന്റെ 7 മുതൽ 12 വരെ. 2, ദാവീദ് യെരൂശലേമിൽ നിന്നും ഓടിപ്പോകുന്നു. യെരൂശലേമിൽ നിന്ന് ഓടിപ്പോകുന്നു. ബ്രാക്കറ്റിൽ അപമാനിക്കപ്പെട്ടു. 15-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതലും
16-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും. മൂന്ന്, അബ്ശലോം യെരൂശലേമിൽ ഭരിക്കുന്നു. 10-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും 17-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യവും. നാല്, അബ്ശലോം പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അബ്ശലോം പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. 18-ാമത്തെ അധ്യായം 1 മുതൽ 32 വരെയുള്ള വേദാംശം. അഞ്ച്, ദാവീദിന്റെ വിലാപവും യോബാബിന്റെ കുറ്റപ്പെടുത്തലും. ദാവീദിന്റെ വിലാപവും യോബാബിന്റെ കുറ്റപ്പെടുത്തലും. അധ്യായം 18-ന്റെ 33-ഉം 19-ന്റെ 8-ഉം. ആറ്, ദാവീദ് രാജസ്ഥാനത്ത് പുനഃസ്ഥാപിക്കപ്പെടുന്നു. പിന്നെയും ദാവീദ് രാജസ്ഥാനിലേക്ക് വരികയാണ്. 19-ന്റെ 9 മുതൽ 43 വരെ. ഏഴ്, ശേബയുടെ കാലവും മരണവും. അധ്യായം 20 1 മുതൽ 26 വരെ. എനിക്ക് പലരെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് പ്രൊഫസർ സിസ്റ്റർ മാത്രം കാണാം. വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല. എല്ലാവരെയും ബ്ലാങ്ക് ആയിരിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഓണാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണായി കഴിഞ്ഞാൽ കാണാം. നെറ്റ്വർക്കിൻ്റെ പ്രയാസമാണ്. അടുത്ത എ, രാജാവെന്ന നിലയിൽ ദാവീദിന്റെ അവസാന വർഷങ്ങൾ. ദാവീദ് എന്ന നിലയിൽ ദാവീദിന്റെ അവസാന വർഷങ്ങൾ. 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളും 24-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യവും. ബി, 3 വർഷത്തെ ക്ഷാമം. മൂന്ന് വർഷത്തെ ക്ഷാമം. 21-ാം അധ്യായം 1 മുതൽ 14 വരെ. 1 മുതൽ 14 വരെ. സി, ഫെലിസ്ത്യരോടുള്ള യുദ്ധം. ഫെലിസ്ത്യരോടുള്ള യുദ്ധം 21-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ.
21 അധ്യായം 15-22 വരെയുള്ള വാക്യങ്ങൾ. ഡി, ദാവീദിന്റെ അന്ത്യവചനങ്ങൾ. അധ്യായം 23 1 മുതൽ 7 വരെ. ഒന്ന്, ദാവീദിന്റെ സ്തുതിയുടെ സങ്കീർത്തനം. 22 അധ്യായം 1 വാക്യം മുതൽ 51 വാക്യം വരെ. രണ്ട്, ദാവീദിന്റെ വീരന്മാർ. ദാവീദിന്റെ വീരന്മാർ അധ്യായം 23 8 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. 23 8 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മൂന്ന്, ദാവീദ് ജനത്തെ എണ്ണിയത് നിമിത്തം ഉണ്ടായ ദൈവത്തിൻ്റെ ബാധകൾ. അധ്യായം 24 1 മുതൽ 17 വരെ. നാല്, ദാവീദിന്റെ മധ്യസ്ഥതയും ദൈവത്തിൻ്റെ കരുണയും. ദൈവത്തിൻ്റെ കരുണയും. 24 അധ്യായം അതിൻ്റെ 18 വാക്യം മുതൽ 25 വാക്യം വരെ. 25 വാക്യം വരെ. ഇത്രയുമാണ് ഇതിൻ്റെ വിഷയ വിഭജനം. സ്തോത്രം. നിങ്ങളിതെല്ലാം വായിച്ച്, ഈ അധ്യായങ്ങളെല്ലാം വായിച്ച് നിങ്ങൾ പഠിക്കണം. അടുത്ത് നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശലോമോന്റെ വാഴ്ച ദേവാലയം. ശലോമോന്റെ വാഴ്ച ദേവാലയം. എഴുത്തുകാരൻ ഇരമ്യാവ്. എഴുതിയ കാലഘട്ടം BC 722 550. BC 722 550. പ്രധാന വാക്യങ്ങൾ. 9 അധ്യായം 4 5. 11 അധ്യായം 11 വാക്യം.
കേന്ദ്രാധ്യായം. ഒന്ന് രാജാക്കന്മാർ 12-ാമത്തെ അധ്യായം. ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ ആ ഒരു അധ്യായം വായിക്കാമോ? 12-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാമോ? 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഒരു 3 വാക്യങ്ങൾ വായിക്കാമോ? ഒന്ന് രാജ 12-ന്റെ 1 മുതൽ 3 വരെ. രെഹബെയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. നെബാത്തിന്റെ മകനായ യൊരോബെയാം മിസ്രയീമിൽ അത് കേട്ടാറെ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യൊരോബെയാം മിസ്രയീമിൽ ഓടിപ്പോയി. അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു. യൊരോബെയാമും ഇസ്രായേൽ സഭയൊക്കെയും വന്ന് രെഹബെയാമിനോട് സംസാരിച്ചു. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. നിന്റെ അപ്പന്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരേണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. ഇതിനകത്ത് ദൈവത്തിൻ്റെ ദാസനായ അഭിഷക്തനായിരിക്കുന്ന ശലോമോന്റെ വാഴ്ചയുടെയും ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെയും അതിനകത്തളങ്ങളിലേക്ക് വരുമ്പോൾ ഈ 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ ശബ്ദവും നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ പ്രസംഗിച്ചിട്ടുള്ള അധ്യായമാണ് അല്ലെങ്കിൽ പുസ്തകമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകവും 2 രാജാക്കന്മാരുടെ പുസ്തകവും. കാരണം ഏലിയാവ് അവിടെ പ്രത്യക്ഷമാകുന്നതും രഹബെയാവും തുടങ്ങി യെസബേൽ, ആഹാബ്, ദാവീദ്, ശലോമോൻ ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ഒരു വലിയ ഒരു ദൈവപ്രവൃത്തി അതിനകത്ത് കാണാൻ കഴിയും നമുക്ക് അതിനകത്ത്. സ്തോത്രം. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത് 1 ദാവീദ്, 2 ശലോമോൻ, 3 രെഹബെയാം, 4 ഏലിയാവ്, 5 ആഹാബ്, 6 യിസബേല്, 'ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയും ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയും വിവരിക്കപ്പെടുന്നത് ഈ അധ്യായങ്ങളിലാണ്. ഈ അധ്യായങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേനും 9-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാം വാക്യം, 5-ാം വാക്യം, 11-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, അതായത് 9-ാം അധ്യായവും 10-ാം അധ്യായവും 11-ാം അധ്യായവും 12-ാം അധ്യായവും ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കിതിനകത്ത് രാജ്യങ്ങൾ 2ആയി വിഭജിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു വലിയ യുദ്ധത്തിൽ കൂടെ ആഹാബും ഇസബേലും എപ്പോഴാണോ ഒന്നിച്ചത് ആ സമയം മുതലുള്ള ഇങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ 2ആയി എന്ത് ചെയ്യുന്നു? വിഭജിക്കപ്പെടുന്നു. സ്തോത്രം. 2 ധ്രുവമായി തീരുന്നു. പിന്നെ അവിടെ ഇതിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി
ഒരു പ്രവാചകനെ അയക്കുക, ഒരു ദേവദാസനെ. അദ്ദേഹമാണ് ഏലിയാവ്. ഏലിയാവാണ് അവിടെ വരുന്നത്. കാരണം ആഹാബ് ഇസബേലിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ആഹാബ് വലിയ പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ കാണാൻ കഴിയുന്നു. പക്ഷേ ആഹാബ് എപ്പോഴാണോ ഇസബേലിനെ വിവാഹം കഴിച്ച് നാട്ടിൽ കൊണ്ടുവന്നത്, ആ സമയം മുതൽ അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്ന്, സകല ഇസ്രായേൽ സ്ഥലത്തും നിലങ്ങളിലും എന്ത് സ്ഥാപിച്ചു? ഇസബേലിൻ്റെ പിതാക്കന്മാർ ആരാധിച്ച ബലിക്കല്ലുകൾ കൊണ്ട് സ്ഥാപിച്ചു. സ്തോത്രം. ബലിക്കല്ലുകൾ കൊണ്ട് സ്ഥാപിച്ച ശേഷം അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിലെ മൊത്തം എല്ലാവരും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി, നിങ്ങളുടെ നിലങ്ങളിൽ 100% 100 മേനി കൊയ്ത്ത് കിട്ടാൻ വേണ്ടി ഈ കല്ലുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ നിലത്തിലും കൊണ്ടുവന്ന് 4 മൂലയ്ക്ക് സ്ഥാപിക്കണം. അങ്ങനെ കല്ലുകൾ കൊണ്ട് നിറഞ്ഞു, വിഗ്രഹ ആരാധനകൾ ഉയർന്നു. ഇതിനെ തകർക്കാൻ വേണ്ടിയാണ് യേഹൂവിനെ ഏലിയാവ് അഭിഷേകം ചെയ്യുന്നത്. ആമേൻ. എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്: പോലീസാണോ ആദ്യം ഉണ്ടായത്, കള്ളനാണോ ആദ്യം ഉണ്ടായത്? ഈ പോലീസാണോ ആദ്യം ഉണ്ടായത്, കള്ളനാണോ ആദ്യം ഉണ്ടായത്? അപ്പം നമ്മൾ എന്ത് പറയും? ആദ്യം കള്ളനാണോ ഉണ്ടായത്, പോലീസാണോ ഉണ്ടായത്? ആദ്യം ഉണ്ടായത് കള്ളൻ തന്നെ. കാരണം ഇതുണ്ടെങ്കിലേ പോലീസിനെ കൊണ്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ കള്ളൻ വന്നതോടുകൂടിയാണ് പോലീസിനെ കൊണ്ട് ആവശ്യം വന്നത്. കഴിഞ്ഞ ദിവസം ഒരാളുടെ കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്റേ, പോലീസ് തന്നെയല്ലേ ആദ്യം ഉണ്ടായത്? ഞാൻ പറഞ്ഞു അതല്ല, ആദ്യം ഉണ്ടായത് കള്ളനാ. കാരണം കള്ളൻ വന്ന ശേഷമാണ് ഒരു നിരപ്പിന് വേണ്ടി പോലീസിനെ നിയമിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഈ തലങ്ങൾ മാറേണ്ടതിന് ഏലിയാവിനെ കൊണ്ടുവരികയാണ്. ഏലിയാവിനെ കൊണ്ടുവന്ന് ഏലിയാവ് പറഞ്ഞതെല്ലാം അവിടെ പറഞ്ഞ ശേഷം ഏലിയാവിനെ ദൈവം മാറ്റിയിരുത്തി. ഏലിയാവിനെ ദൈവം കുറച്ച് സമയത്തേക്ക് മാറ്റിയിരുത്തി. അടുത്ത ശേഷമാണ് ഏലിയാവിനെ പിന്നെയും ദൈവം ഇറക്കുന്നത്. ഇറക്കിയ ശേഷം ഏലിയാവിനെ കൊല്ലുമെന്നവരുടെ ഭീഷണി മുഴക്കി. നമുക്ക് ആ ഭാവമെല്ലാം അറിയാം, അതാണ് പറഞ്ഞു വിടുന്നത്. പക്ഷേ ഏലിയാവ് വരുന്നതിന് തൊട്ട് മുൻപ് ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം അവരെ തകർത്ത് കളയണം, ഇവനെ ഉടച്ചു കളയണം, ആ മുന്തിരിത്തോട്ടം തിരിച്ചു പിടിക്കണം, ഇത്യാദി കാര്യങ്ങളൊക്കെ അതിനകത്ത് സ്ഥാപിച്ചു. നോക്കൂ, അതിനപ്പുറം നാബോത്തിനെ കൊല്ലുകയാണ്. നാബോത്തിനെ കൊന്ന ശേഷം അവിടെ സംഭവിക്കുന്ന കാര്യാദികൾ ചെറുതല്ല, വലിയ സംഭവങ്ങളാണ്. ഏലിയാവിൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടല്ല യേഹൂവിനെ സൃഷ്ടിച്ചത്. യേഹൂ ശക്തനാണെന്ന് കണ്ടാണ് യേഹൂവിനെ കൊട്ടാരത്തിനകത്ത് ദൈവം അയച്ചത്. സ്തോത്രം. ചിലരെയൊക്കെ ദൈവം മൗനമാക്കി ഇരുത്തിയിരിക്കുന്നില്ലല്ലേ? ദൈവം ചില പദവികൾ തരാൻ വേണ്ടിയാ. അതുവരെ അറിയപ്പെടാത്ത യേഹൂവിനെ, ഇസബേലിനെ കൊല്ലാൻ ഒരു ഘാതകനാക്കി ദൈവം തീർത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അധികാരം ദൈവം തരും കേട്ടോ. അധികാരം ദൈവത്തിൻ്റെ കരങ്ങളുള്ളതാണ്. ആമേൻ. ഈ കല്ലുകൾ സ്ഥാപിക്കപ്പെട്ട സമയം മുതൽ രാജ്യങ്ങൾ തമ്മിൽ ചിതറിക്കപ്പെട്ടു. സ്തോത്രം. അതാണ് നമ്മളിവിടെ കണ്ടത്. സ്തോത്രം. എന്നാൽ ഇതിൻ്റെ ചെറിയൊരു സ്ഥിതി വിവര കണക്കുകൾ കൂടെ നമുക്ക് നോക്കാം. ഒത്തിരി ഭാഗമുണ്ട് കേട്ടോ. ഇതിൽ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട് ഈ ഭാഗത്ത്. ഈ പുസ്തകത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ സത്യവേദ പുസ്തകത്തിലെ 11ാമത്തെ പുസ്തകമാണ്. പുസ്തകം. അധ്യായങ്ങൾ 22. അധ്യായങ്ങൾ 22. വാക്യങ്ങൾ 816. വാക്യങ്ങൾ 816. ചോദ്യങ്ങൾ 66. നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ 1. നിവർത്തിയായ പ്രവചനങ്ങൾ 71.
71. ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ. 36. ആജ്ഞകൾ 92. മുന്നറിയിപ്പുകൾ 73. വാഴ്ത്താനങ്ങൾ 6. ഇത്രയുമാണ് ഇതിൻ്റെ ചെറിയൊരു കണക്കുകൾ. അതിനകത്ത് ഒറ്റ ദൂത് മാത്രമേ, ഒരു പ്രവചനം മാത്രമാണ് നിവൃത്തിയാകാത്ത. ബാക്കി എല്ലാ പ്രവചനങ്ങളും ഇതിനകത്ത് നിവൃത്തിയായി. സ്തോത്രം. എല്ലാ പ്രവചനങ്ങളും ശ്രദ്ധിക്കണം, ഒരെണ്ണം മാത്രമാണ്. ഇതിനകത്ത് ഒത്തിരി ദൂതുകൾ ഏലിയാവിൽ കൂടെ ദൈവം കൊടുത്തു. ഒത്തിരി ദൂതുകൾ ദൈവം ഡയറക്റ്റായി ഇറങ്ങി വന്ന് ഏലിയാവിൽ കൂടെ ചെയ്ത ശുശ്രൂഷകൾ, യേഹുവിൽ കൂടെ ചെയ്ത ശുശ്രൂഷകൾ, ഏലിയാവിൽ നിന്ന് എലിശയെ അഭിഷേകം ചെയ്തെടുക്കുമ്പോഴുള്ള ശുശ്രൂഷകൾ, സ്വർഗത്തിൽ തീ ഇറങ്ങിയത്, യാഗപീഠം ദഹിച്ചത്, യാഗപീഠം എങ്ങനെ പണിതു, യാഗപീഠത്തിൽ കിടക്കുന്ന ആ വെള്ളം അല്ലെങ്കിൽ തോട്, മണ്ണ്, യാഗവസ്തു, ഇതെല്ലാം ദഹിക്കുന്നത്, ഇതെല്ലാം നിയമപ്രകാരമുള്ള ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇതിൻ്റെ 9-ാമത്തെ അധ്യായം നമുക്കൊന്ന് നോക്കാമോ? 9-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യം ഒന്ന് നോക്കാമോ? 9-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്നെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നോക്കിയേ, ശലോമോന് കൊടുക്കുന്ന ഒരു ദൂതാണ്. നീ നടക്കേണ്ടുന്ന വഴിയിൽ നീ നടന്നാൽ ഞാൻ നിന്നെക്കൊണ്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്യിക്കും. സ്തോത്രം. ആ ദൂത് കൊടുത്തിട്ടാണ് 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ ശലോമോനോട് അരുളി ചെയ്യുന്നത് തുടങ്ങി ചില ന്യായപ്രമാണങ്ങളും ചിലത് കൽപ്പിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. 11-ാമത്തെ വാക്യത്തിലും മുതൽ നമ്മൾ താഴോട്ട് വായിക്കപ്പെടുമ്പോൾ എങ്കിലും നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല, എന്നാൽ നിന്റെ മകൻ്റെ കയ്യിൽ നിന്ന് അതിനെ പിടിച്ച് അതിനെ പറിച്ചു കളയുകയും. അപ്പോൾ ദൈവം ദാവീദിന് കൂടെ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ദാവീദ് ക്രമക്കേട് കൊണ്ട് ദൈവത്തിൽ അകന്നു പോയപ്പോൾ തലമുറയിൽ കൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. സ്തോത്രം. അപ്പൊ തലമുറയിൽ കൂടെ ചെയ്തെടുക്കണമെങ്കിൽ നിന്റെ അപ്പൻ സഞ്ചരിച്ച വഴിയിൽ കൂടെ നീ പോകാതെ ഞാൻ പറയുന്ന നീ കേട്ട് നിന്നാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ചിലത് നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. സ്തോത്രം. സഭ വരെ പണിയാൻ ശലോമോനിൽ കൂടെ ദൈവം അങ്ങ് തുടങ്ങി. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ദൈവത്തിന് നമ്മൾ കൂടെ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്തെടുപ്പാനുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയണം. നമ്മൾ ഒരു ദൂത് പോലും നിവർത്തിക്കാതിരിക്കരുത്. നമ്മളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ദൂതുകളും ഈ തലമുറയിൽ തന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെ മുമ്പിലോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. നിങ്ങൾ ആ അധ്യായമൊക്കെ ശക്തമായി വായിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്ത് നമുക്ക് താഴോട്ടൊന്ന് ചെറിയ ഒരു 1-2 ഭാഗം കൂടെ നമുക്ക് എഴുതാമോ? സ്തോത്രം. പുരാതന എബ്രായ ബൈബിളിൽ
രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ ഒന്നായി ഒറ്റ പുസ്തക ചുരുളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിന് മുൻപ് മൂന്ന് മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു മിനിറ്റ്. രണ്ട് പുസ്തകങ്ങൾ അഥവാ ചുരുളുകളായി വിഭജിച്ചു. ശലോമോൻ മുതൽ ബാബേൽ പ്രവാസം വരെയുള്ള 413 വർഷത്തെ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തെ അടിസ്ഥാനമാക്കുന്നതാണ് ഈ പുസ്തകങ്ങൾ. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട ഒടുവിലത്തെ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും എല്ലാ രാജാക്കന്മാരുടെയും സ്വഭാവ സവിശേഷതകൾ നിലവിലുള്ള ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹവും ആദരവുമാണ്. ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായം മുതൽ
ഏലിയാ പ്രവാചകന്റെ ചരിത്രം പ്രതിപാദിച്ചിരിക്കുന്നു. ഏലിയാവിന്റെ വ്യക്തിപരമായ ജീവിതത്തോടും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയോടും ക്രിസ്തുവിനോടുള്ള ഏലിയാവിൻ്റെ സ്നേഹവും അനുസരണവും ദൈവിക വാഴ്ത്തത്വങ്ങളും അത്ഭുത പ്രവർത്തികളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ചില മുഖങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ് ഏലിയാവ് ഈ പുസ്തകത്തിൽ. അധ്യായം 9 അധ്യായം 4-5. ഓക്കെ, അത്രയും എഴുതി നമുക്കവിടെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക്